മാംഗല്യം രചനാവതരണം നന്ദു കൃഷ്ണ. വല്ലാത്തൊരു ഉഷ്ണം ശരീരമാകെ പടർന്ന പോലെ പെണ്ണ് നിന്ന് വിയർക്കാൻ തുടങ്ങി. തിരിഞ്ഞൊന്ന് നോക്കി അവനെ കാണണമെന്ന് അത്രയ്ക്കുണ്ടായിരുന്നെങ്കിലും അങ്ങനെ താൻ ചെയ്താൽ ആ നിമിഷം മയങ്ങിയ കൈയിലേക്ക് തന്നെ വീണുപോകുമെന്ന് ഭയന്നവൾ ജനലിന്റെ അഴികളിൽ ഇരു കൈകളും അമർത്തിപ്പിടിച്ചു. അതേസമയം താൻ ഒന്ന് അടുത്തു ചെന്ന് നിന്നപ്പോഴേക്കും പരവേശത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്നവളായിരുന്നു ഹരിയുടെ നേത്രങ്ങൾ അത്രയും. ഇത്തിരി മുന്നേ പോലും തന്നെ വായിക്കുവാ പറഞ്ഞ് തോൽപ്പിക്കാൻ നിന്ന ജാൻസി റാണിയാണ് ഇപ്പോൾ ഇങ്ങനെ പൂക്കുല പോലെ നിന്ന് വിറയ്ക്കുന്നത്. എത്ര അടക്കി നിർത്തിയിട്ടും ഹരിയുടെ ചുണ്ടുകൾ മനോഹരമായി വിരിഞ്ഞുപോയി. ആ നിമിഷമാണ് അവന്റെ കണ്ണുകൾ മറ്റൊരു കാഴ്ചയിൽ പോയി കുടുങ്ങി നിന്നത്. നെറ്റിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ അവളുടെ മാറൊടുക്കിലേക്ക് പോയി അപ്രത്യക്ഷമാകുന്നത് കണ്ടതും പെണ്ണിനെ ഒരു കളിയോടെ നോക്കി നിന്നവന്റെ ശരീരവും പെട്ടെന്നാണ് ചൂടുപിടിക്കാൻ തുടങ്ങിയത്. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അറിയാതെ 1000 മോഹങ്ങൾ അവനിൽ പിന്നെയും തളിർപൊട്ടി. പെണ്ണിന്റെ വിറയ്ക്കുന്ന ശരീരവും വിടർന്നു നിൽക്കുന്ന ചുണ്ടും ചെന്താമരയുടെ ചുവപ്പിനെ തോൽപ്പിക്കുമാറി ശോണിമ നിറഞ്ഞ കവിളും ഒക്കെ കൂടി അടുത്ത് കണ്ടതും അറിയാതെ ഹരിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. മണിക്കുട്ടി ഞെട്ടിപ്പോയി. ഒപ്പം പെരുവെല്ലാണ് പെണ്ണെന്നുയർന്നത്. കണ്ണേ. ആകെ ശ്വാസം പിടിച്ച് ചെറിയൊരു വിറയലോടെ നിൽക്കുന്നവളെ വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവന്. കാതിനരികിൽ പതിയുന്ന അവന്റെ നിശ്വാസം, ഒപ്പം ഇടുപ്പിൽ അമർന്ന കൈയുടെ മുറുക്കം. അവന്റെ കൈകൾക്ക് മുകളിൽ അവളുടെ കൈകൾ അമർന്നു. ഒപ്പം ശരീരമാകെ തളർന്ന പോലെ അവളുടെ പിന്നിലേക്ക് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുപോയി. ആ നിമിഷം അത് മതിയായിരുന്നു അവനും. ഒരു കൈയാൽ അവളുടെ ഇടുപ്പിൽ ചുറ്റിയിരുന്നവന്റെ മറുകൈ അവളുടെ തോളിൽ അമർന്നുകൊണ്ട് അവൻ പെണ്ണിനെ തിരിച്ചു നിർത്തി. കാരണം തനിക്ക് അത്രയും അടുത്ത് ആ മുഖം കാണാനുള്ള ആഗ്രഹമടക്കാൻ അവൻ ആ നിമിഷം കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണേ. ഇരു കണ്ണുകളും അടച്ചു നിൽക്കുന്നവളുടെ കവളിൽ മെല്ലെ ഒന്ന് ചുണ്ടുരസി അവൻ അത്രയും ആർദ്രമായി അവളെ വിളിച്ചു. പക്ഷെ ഒന്ന് മൂളാൻ പോലും കഴിയാത്തത്രയും അവശയായിരുന്നു അവൾ. കണ്ണേ. ഒരിക്കൽ കൂടി അവന്റെ വിളി കേട്ടതും പെണ്ണ് മിഴികൾ മെല്ലെ തുറന്നു. അവന്റെ നിറപുഞ്ചിരിയോടുള്ള മുഖം ആദ്യമായി കാണുന്ന പോലെ തോന്നി മണിക്കുട്ടിക്ക്. ഇന്ന് വരെ താൻ അവനെ ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ടില്ല എന്ന തോന്നലിൽ അവൾ തന്റെ ഇരു കൈകളുമായി അവന്റെ മുഖമെടുത്തു. തന്റെ പൊന്നിന് കിട്ടിയ കണ്ണുകൾ ഈ കണ്ണുകളാണ്. നല്ല വിടർന്ന കണ്ണുകൾ. കുഞ്ഞി പെണ്ണിനും ഇതേപോലെ എടുത്തു വെച്ച മൂക്കാണ്. ചുണ്ടുകളുടെ ചേർപ്പും അച്ഛൻ തന്നെ. മൊത്തത്തിൽ തന്റെ മോള് അച്ഛന്റെ തനി പകർപ്പാണ്. അവൾ അവന്റെ മുഖമാകെ കണ്ണു പായിച്ചു. എന്നാൽ തന്നെ മാത്രം നോക്കി കണ്ണിൽ നിറച്ച് അത്രയും പ്രണയത്തോടെ നോക്കി നിന്നവളെ അതിലും ആവേശത്തോടെ നോക്കിക്കാണുകയായിരുന്നു ഹരിയും. പെണ്ണവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തതും ആ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ അവൻ ആ പെണ്ണിന്റെ കണ്ണിലേക്ക് നോക്കി. അവിടെ ആ കണ്ണുകൾ തന്നിൽ എന്തൊക്കെയോ തേടി കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലാണ്. കണ്ണേ. നന്ദേട്ടൻ ചിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? വിടർന്ന കണ്ണുകളോടെ അവനിൽ നിന്നും മുഖം മാറ്റാതെയുള്ള അവളുടെ ആ ചോദ്യം കേട്ടതും ഇത്തവണ പൂനിലാവ് പോലെ വിടർന്നത് അവന്റെ മിഴികളായിരുന്നു. കണ്ണേ. അവൻ ആ പെണ്ണിന്റെ തോളിൽ പിടിച്ചു. ഞാൻ ആദ്യമായി കാണുകയാ നന്ദേട്ടൻ ചിരിക്കുന്നത്. പെണ്ണ് അപ്പോഴും അവന്റെ ചിരിയിൽ കുരുങ്ങി അവനെന്ന മായികാ ലോകത്തായിരുന്നു. ചിരിച്ചുകൊണ്ട് പറയുന്നതിന്റെ ഒപ്പം തന്നെ അവളുടെ ആ കണ്ണ് നിറഞ്ഞു മൊഴുകി. എന്താ കണ്ണേ? എന്താടി? ചിരിച്ചുകൊണ്ട് തന്നെ നിറയുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും അവന് പരിഭ്രമമായി. ഹരിയേട്ടൻ എപ്പോഴും ഇങ്ങനെ ചിരിക്കുമോ? എനിക്ക് വേണ്ടി. തന്റെ വെറും ഒരു പുഞ്ചിരി. അത് ഈ ഒരുവളെ ഇത്രയും ബാധിക്കുമോ എന്നുള്ള അത്ഭുതത്തിലായിരുന്നു ആ സമയം ഹരിയും. പറയുന്നേട്ടാ, ചിരിക്കുമോ? അവനൊന്ന് മൂളി. എനിക്ക് വേണ്ടി മാത്രം? അതെ, നിനക്ക് വേണ്ടി മാത്രം. ആ നേരം അവർ രണ്ടുപേരും അവരുടെ ലോകത്ത് മാത്രമായിരുന്നു. ചുറ്റുപാടുമുള്ള ഒന്നും അറിയാതെ കണ്ണന്റെ നന്ദേട്ടനും നന്ദേട്ടന്റെ കണ്ണുമായി മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ. മതി കരഞ്ഞത് കണ്ണേ. അവളുടെ കണ്ണുനീർ നിൽക്കുന്നില്ലെന്ന് കണ്ടതും ഹരി ഒരു ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു. സന്തോഷം കൊണ്ടല്ലേ നന്ദേട്ടാ? പെണ്ണ് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റിയിരുന്നു. എന്ത് സന്തോഷമാണെങ്കിലും കരഞ്ഞുകൊണ്ട് വേണ്ട. അവിടെ അത് പരിഭവമായി മാറിയിട്ടുണ്ട്. ഓ ശരി, സമ്മതിച്ചു. എന്റെ നന്ദേട്ടൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. പക്ഷെ എനിക്ക് വാക്ക് തന്ന പോലെ എപ്പോഴും എന്നെ നോക്കി പുഞ്ചിരിക്കണം. ഇത്തവണ കുറുമ്പ് അവളിലായിരുന്നു. അത് കണ്ടതും ഹരിയുടെ മുഖവും മാറി. ഓ അങ്ങനെയാണോ? അവന്റെ ചോദ്യം കേട്ടതും പെണ്ണൊന്ന് അമർത്തി മൂളി. ആലോചിക്കാം. അവളെ തന്റെ കൈപ്പിടിയിൽ നിന്ന് മാറ്റാതെ തന്നെ അവനൊന്ന് തലയാട്ടി. ദേ നന്ദേട്ടാ, നന്ദേട്ടൻ എനിക്ക് വാക്ക് തന്നതാണ് കേട്ടോ. അതുവരെ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നവൾ വാശിയോടെ പിന്നിലേക്ക് മാറാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു. വാക്കല്ലേ കണ്ണേ, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും മാറ്റാലോ.
ഓരോ വാക്കുകളും നിർത്തി നിർത്തി പറഞ്ഞ് വല്ലാത്തൊരു അയഞ്ഞ ശബ്ദത്തിൽ അവളുടെ ഇടുപ്പിലെ പിടി ഒന്നും കൂടി മുറുക്കി മെല്ലെ ഒന്ന് ചാഞ്ഞുകൊണ്ട് അവൻ അവളെ തിരിച്ചു നിർത്തി ആ ഭിത്തിയിലേക്ക് ചാഞ്ഞിരുന്നു. അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല. ആണുങ്ങളായാൽ വാക്കിന് വില വേണം. എന്തിനെന്നറിയാത്ത പെണ്ണിന് പെട്ടെന്നാണ് ദേഷ്യം വന്നത്. ഓ, അങ്ങനെയാണോ? ശരി, മാറ്റുന്നില്ല. ചുണ്ടിനറ്റം കടിച്ചു പിടിച്ച ഒരു ചിരിയിൽ അവനൊന്ന് തലയാട്ടിയതും പെണ്ണിന്റെ മുഖം പിന്നെയും വിടർന്നു. സത്യം? അവള് പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് കൈനീട്ടി. സത്യമൊക്കെ ചെയ്തു തരാം. പക്ഷെ ഞാൻ സത്യം ചെയ്തു തന്നാൽ പകരം നീ എനിക്ക് എന്ത് തരും? വളരെ കാര്യമായിട്ടുള്ള അവന്റെ ആ ചോദ്യം കേട്ടതും നന്ദേട്ടൻ എന്ത് പറഞ്ഞാലും തരും. വാശിയോടെ പെണ്ണ് കയറി പറഞ്ഞു. ഹരി ഒന്ന് തലയാട്ടി. കള്ളച്ചിരിയോടെയുള്ള അവന്റെ തലയാട്ടലിന്റെ അർത്ഥം ശരിക്കും പെണ്ണിന് മനസ്സിലായത് തൊട്ടു പിന്നാലെയുള്ള അവന്റെ ആ ചോദ്യം കേട്ടപ്പോഴായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് പെണ്ണ് ഉരുകിയൊലിച്ച് നാമാവിശേഷമായി മാറിപ്പോയി. ചായ, അതും സ്ട്രോങ് ആയിട്ട്. ഇപ്പൊ കൊടുക്കാം. ദേഷ്യത്തോടെ സോസ്പാൻ ബർണറിലേക്ക് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തവൾ. സാധാരണ ഒരു ഗ്ലാസ് ചായക്ക് പകുതി പാല് പകുതി വെള്ളം എന്ന ഒരുവന്റെ കണക്കിൽ വെച്ചിരുന്നവൾ അന്ന് മനഃപൂർവ്വം പാൽ പകുതിയിലും താഴെയാക്കി. അങ്ങനെ കൃത്യമായ അനുപാതത്തിലൊന്നും ഇന്നിപ്പോ ഇങ്ങനെ ചായ കുടിക്കണ്ട. ഒഴിക്കാൻ തുടങ്ങിയ പാലിനെ അതേപോലെ പാത്രത്തിലേക്ക് വെച്ച് ഫ്രിഡ്ജിലേക്ക് തള്ളിക്കയറ്റി വാതിൽ ശബ്ദത്തിൽ അടച്ചു അവൾ. ആ, ഇനി എന്തായിരുന്നു? മധുരം. മധുരം കുറച്ചു മതി പോലും. ഇപ്പൊ ശരിയാക്കി തരാം. ടീസ്പൂണിൽ ഒരു തവണ മാത്രം പഞ്ചസാര പൂണിയിൽ ഇടുന്നവൾ അന്ന് ഏകദേശം 5 തവണ ആ ചായയെ പായസപരുവമാക്കി. ഇനി കടുപ്പം. അതും ആവശ്യത്തിനും അനാവശ്യത്തിനും കോരിയിട്ട് ആകെ കറുത്ത കളറിലുള്ള എന്തോ ഒന്നാക്കിയാണ് അവൾ ആ ചായക്കപ്പിലേക്ക് ആ പാനീയം പകർത്തിയത്. ഇന്ന് വാമനൻ ഇങ്ങനത്തെ ചായ കുടിച്ചാൽ മതി. ചൂടോടെ ഒഴിച്ച് അവനായി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും വഴി അവൾ പിന്നെയും പിറുപിറുത്തു. എന്നാൽ ഇതേ സമയം പുറത്തിരുന്ന പെണ്ണ് അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഓരോ കോലാഹലങ്ങളിലേക്കും ചെവി കൂർപ്പിച്ച് നിൽക്കുകയായിരുന്നു ഒരുവനും. അവളെ കോഫിക്കായി അകത്തേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം ഇടയ്ക്കൊന്ന് പോയി നോക്കിയിരുന്നു. തന്നോടുള്ള ദേഷ്യവും വാശിയും മുഴുവനും പാത്രങ്ങളിലേക്കും വെള്ളത്തിലേക്കും എന്തിന് ശ്വസിക്കുന്ന വായിലേക്ക് പോലും ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് തീർക്കുന്നവളെ കണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവിടെ വന്നിരുന്നത്. എന്തോ ആ സമയം പിന്നൊന്നും പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് പോവാൻ തോന്നിയില്ല. അല്ലെങ്കിൽ ചായ ഇടാൻ വെച്ചേക്കുന്ന പാത്രം എടുത്ത് പെണ്ണ് തന്റെ തലയ്ക്ക് അടിച്ചു കളയും. കാരണം അത്രയ്ക്കും ദേഷ്യം പിടിപ്പിച്ചല്ലേ താൻ അവളെ ആ മുറിയിൽ നിന്നും ഇറക്കി വിട്ടത്. ഇറക്കി വിട്ടതല്ല, പെണ്ണ് സ്വയം ഇറങ്ങിപ്പോയതാണ്. അല്ല, എങ്ങനെ ഇറങ്ങിപ്പോകാതിരിക്കും? അത്രയും റൊമാൻറ്റിക് മൂഡിന്റെ പിറകിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുന്നതാണോ താൻ പെണ്ണിനോട് ചോദിച്ചത്? സത്യം പറഞ്ഞാൽ ആദ്യം താൻ ചോദിച്ചത് അവൾ കേട്ടതെന്ന് പോലും സംശയമായിരുന്നു. അല്ല, അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ സ്ഥാനത്ത് താൻ വാല് മുറിഞ്ഞു നിൽക്കേണ്ടി വന്നേനെ. ഹരിയുടെ ഓർമ്മകൾ ഇത്തിരി മുന്നേ നടന്ന കാര്യങ്ങളിലേക്ക് പോയി. തന്റെ കൈക്കുള്ളിൽ നെഞ്ചോട് ചേർന്ന ചൂടിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്നവൾ. സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം കഴിയല്ലേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അവളെ അങ്ങനെ അടക്കി പിടിച്ചതുപോലും. പക്ഷെ തന്നോട് ചേർന്ന് നിൽക്കുന്ന പെണ്ണിന്റെ ശരീരത്തിൽ നിന്നും പടർന്ന വിറയൽ, നേരിയ ചൂട്, അവളുടെ കണ്ണുകളിലെ പാതി അടഞ്ഞ വശ്യത ഒക്കെ കൂടെ പ്രണയത്തിനുമപ്പുറം മറ്റു പലതിലേക്കും തന്നെ കൂപ്പുകുത്തിക്കാൻ തുടങ്ങും എന്ന് മനസ്സിലായപ്പോഴാണ് ആദ്യത്തെ ഞെട്ടൽ ഉള്ളിൽ വന്ന് വീണത്. അതുവരെ തന്റെ ഉള്ളിലുണ്ടായിരുന്ന കുറുമ്പും കുസൃതിയുമൊക്കെ മറ്റു പലതിലേക്കും വഴിമാറി തുടങ്ങി. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ശരീരം താൻ പറയുന്ന പോലെ കേൾക്കാത്ത പോലെ തോന്നി തുടങ്ങിയതും ഉള്ളിലെ വിറയൽ വെപ്രാളത്തിലേക്ക് വഴിമാറി. ഒപ്പം തന്റെ സകല ചിന്തകൾക്കും ചൂടുപകരാൻ എന്ന പോലെ അവളുടെ കഴുത്തിറങ്ങിയ ചുരിദാറിൽ കൂടി പുറത്തേക്ക് കണ്ട മനോഹരമായ കാഴ്ച. വേണ്ട വേണ്ട എന്ന് സ്വയം പ്രതിരോധിക്കാൻ നോക്കിയിട്ടും കണ്ണുകൾ പിന്നെയും പിന്നെയും വാശി പിടിച്ച പോലെ അവളുടെ വെണ്ണക്കൽ രൂപത്തിൽ ഒട്ടിപ്പിടിച്ചു നിന്നു. അതിന്റെ അകം അതുവരെ അവളെ പുണർന്നിരുന്ന കൈകൾ പെണ്ണിന്റെ ഇടുപ്പിൽ വേദനയോടെ അമർന്നത്. ആ ഒരു വേദന അവളുണ്ടാക്കിയ മാറ്റം, പെരുവിരലിൽ ഉയർന്നവൾ പുറപ്പെടുവിച്ച നേർത്ത നാദം പോലും ഇതുവരെ ഇല്ലാതിരുന്നൊരു പെരുപ്പ് തന്നിലാകെ പടർത്തൂന്ന് മനസ്സിലായതും ഇപ്പോൾ ഉള്ള താൻ പെട്ടെന്നത് പ്രകടിപ്പിക്കാൻ തോന്നി. അതുവരെ കുറുമ്പിലും കുസൃതിലും അവളുടെ മുഖത്ത് നോക്കി പെണ്ണിനെ എങ്ങനെയെങ്കിലും കളിപ്പിക്കാനായി എന്തെങ്കിലും പറയണമെന്ന് ചിന്തിച്ചവനവന്റെ സകല നിയന്ത്രണ രേഖകളും എവിടെയൊക്കെ പൊട്ടിത്തകരാൻ തുടങ്ങിയെന്ന് അവന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒരു ഉമ്മ ചോദിക്കണം എന്ന് നിരീക്ഷിച്ച താൻ ആ വെപ്രാളത്തിൽ അവളോട് കിട്ടാതെ പോയ 6 പേപ്പറും എഴുതിയെടുക്കാൻ പറഞ്ഞത്. അത്രയും നല്ലൊരു മൂഡിൽ ഒരു ചുംബനമാണെങ്കിലും തന്റെ സ്നേഹം പ്രതീക്ഷിച്ചിരുന്നവള് തന്റെ ആ ആവശ്യം കേട്ടതും പായസത്തിൽ മണ്ണ് വാരിയിട്ട പോലെയാണ് ഞെട്ടി നോക്കിയത്. കാരണം ഒരിക്കലും ഒരു മനുഷ്യനും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് വ്യക്തം. ആ ഒരു പകപ്പ് അവളിലും ഉണ്ടായിരുന്നു. എന്റെ സപ്ലിയൊക്കെ എഴുതിയെടുക്കുന്നതിനെ പറ്റിയാണോ പൊന്നിന്റെ അച്ഛൻ പറയുന്നത്?
ഞെട്ടൽ മാറി കൂർത്ത കണ്ണുമായി തന്റെ ഇരു കൈകളിലും പിടിച്ചു വെച്ചുകൊണ്ട് കേട്ട ചോദ്യം ഒന്നുകൂടി ഉറപ്പിക്കാനായി വീണ്ടും മുഖത്തു നോക്കി ചോദിക്കുന്നവളെ കണ്ടപ്പോൾ ഇത്തവണ ഇമകൾ താഴ്ന്നത് തന്റെയായിരുന്നു. കാരണം ആ നിമിഷം കള്ളത്തരം അത്രയും തന്റെ കണ്ണുകളിലായിരുന്നില്ലേ? പൊന്നിന്റെ അച്ഛ. നന്ദേട്ടൻ മാറിയവിടെ പഴയ പോലെ പൊന്നിന്റെ അച്ഛൻ എന്ന് കേട്ടതും എവിടെ നിന്നോ അറിയാതെ വന്ന പരിഭ്രമത്തിൽ അവളുടെ ശരീരത്തിൽ നിന്നും പിടിയിട്ട് ഇത്തിരി പിന്നിലേക്ക് മാറി നിന്നു താനും. അതുകൂടിയായതും പെണ്ണ് ആകെ വല്ലാതെയായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അതുവരെ ഇല്ലാതിരുന്ന ഒരു ഗൗരവം എടുത്തണിഞ്ഞുകൊണ്ട് ഇതുവരെ നഷ്ടമായ പേപ്പറെല്ലാം എഴുതിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഒപ്പം തലവേദന എടുക്കുന്നത് കൊണ്ട് കടുപ്പത്തിൽ ഒരു കോഫി ഇടാനും കൂടി പറഞ്ഞു. ഇത്തിരി നേരം ഒന്നും മനസ്സിലാവാതെ നിന്നവൾ അത്രയും ദേഷ്യത്തോടെ അടുക്കളയിൽ കയറിയതും അവനോടുള്ള വാശിക്ക് ചീത്ത പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്തതുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷെ ആ സമയം അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹരി തന്റെ തലയൊന്ന് കുടഞ്ഞു. കണ്ണിന് മുന്നിലേക്ക് ഇടിച്ചു കുത്തിവരുന്ന അവളുടെ പാതി വെളിവായ മാറിടം എന്നൊരൊറ്റ കാഴ്ചയെ മറയ്ക്കാനെന്നോണം അവൻ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.